ഖുറാൻ വായിക്കാറില്ലേ? ഏതു മതമാണ് പിന്തുടരുന്നത്? രുദ്രാക്ഷമാല ധരിച്ചത് എന്തിനാണ്? ഇങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ അവർ ഞങ്ങളോട് ചോദിച്ചു. എന്റെ കഴുത്തിൽ രുദ്രാക്ഷമാല കണ്ടതിൽ അവർ പ്രകോപിതരായി. എന്തുകൊണ്ട് ഖുറാൻ വായിക്കാത്തതിൽ എന്നത് ചോദിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയാണ് ചെയ്തത്. എന്തിനാണ് ഇവർ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്നോട് എന്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെ ചോദിച്ചു. എന്നാൽ സത്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറായില്ല. ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ മുഖ്യ സൂത്രധാരന്മാർ എന്ന് കരുതപ്പെടുന്ന ഭീകരന്മാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിൽ ഒരു ഭീകരനെ തിരിച്ചറിഞ്ഞ് ചില നിർണായക വെളിപ്പെടുത്തലുമായി ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. സൈന്യം പുറത്തുവിട്ട ഭീകരാക്രമണത്തിലെ ആ ഭീകരന്മാരുടെ രേഖാചിത്രം കണ്ടതിന് ശേഷമാണ് ഈ യുവതി ഇത്തരത്തിൽ സംഭവങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത്. ഏകാന്ത തിവാരി എന്ന യുവതിയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും. അവരുടെ തുറന്നു പറച്ചിലിൽ തന്നെ വളരെ വ്യക്തമാണ് മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവരാണ് ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് എന്നത്. ഇവർ യാത്ര ആരംഭിച്ചത് 13-ാം തീയതിയാണ്. എന്നാൽ തിരികെ മടങ്ങിയത് 23-ാം തീയതിയാണ്. എങ്ങനെ നോക്കിയാലും തലനാഴിഴയ്ക്ക് തന്നെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നതും. അതായത് ഭീകരവാദികൾ ഇതിനു മുൻപും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നത് തന്നെയാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. അതിന്റെ തെളിവാണ് ഈ യുവതിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നതും. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരോട് അതിന് സാദൃശ്യമുള്ള വിനോദസഞ്ചാര മേഖലയിൽ നേരത്തെ തന്നെ കണ്ടെത്തിയെന്നതാണ് വെളിപ്പെടുത്തൽ. സുരക്ഷാ ഏജൻസികൾ സ്കെച്ചും ചിത്രങ്ങളും പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജൗൻപൂർ സ്വദേശിയായ ഏകാന്ത തിവാരി എന്ന യുവതി ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നതും. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ഏപ്രിൽ 20-നാണ് പഹൽഗാമിൽ എത്തിയതെന്നും അവിടെ വെച്ച് കഴുത സവാരിക്കായ 2 പേരിൽ വളരെ സംശയം ഉളവാക്കിയതായും അതുപോലെ അങ്ങനെ അവരുടെ വീഡിയോയും ചിത്രങ്ങളും രഹസ്യമായി പകർത്തിയതായും അവർ പറയുകയാണ്. അവർ വളരെ മോശമായിട്ടാണ് തങ്ങളോട് പെരുമാറിയത്. 21-ൽ പഹൽഗാമിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്കെച്ചും ചിത്രങ്ങളും കണ്ടപ്പോഴാണ് അന്ന് അവിടെ കണ്ട 2 പേരുമായി വളരെ സാമ്യമുണ്ടെന്ന് മനസ്സിലാകുന്നതെന്നും യുവതി പറയുന്നു. 23-ാം തീയതിയാണ് ആക്രമണം നടക്കുന്നത്. ഞാൻ കോവർ കഴുത സവാരി ഏർപ്പാട് ചെയ്തിരുന്നു. സവാരിക്കൊപ്പം തന്നെ അജ്ഞാതരായ 2 പേരും വന്നിരുന്നു. അവർ എന്നോട് അജ്മീറിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അവർ അമർനാഥ് യാത്രയെക്കുറിച്ചാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. എത്ര പേർ വന്നിട്ടുണ്ടെന്നും ഏതാണ് മതമെന്നും ചോദിച്ചു. അതുപോലെ തന്നെ പേടിച്ചതിനാൽ സത്യം പറഞ്ഞില്ല എന്നും അവർ പറയുന്നു. വ്യക്തിപരമായ കാര്യങ്ങളും അവർ ചോദിച്ചു. ഭർത്താവിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെയാണ് ചോദിച്ചത്. ഖുറാൻ വായിക്കുമോ? ഏത് മതമാണ് പിന്തുടരുന്നത്? ഖുറാൻ ടീച്ചറാകാനും പറയുകയും ചെയ്തു. 13-ാം തീയതിയാണ് ഞങ്ങൾ ട്രിപ്പ് ആരംഭിച്ചതെന്നും വൈഷ്ണവോദേവി ക്ഷേത്രമെല്ലാം സന്ദർശിച്ച് സോൻമാർഗും അതുപോലെ ശ്രീനഗറും കണ്ട് 20-ന് പഹൽഗാമിലേക്ക് എത്തുകയായിരുന്നു. അവർ നമ്മുടെ ഗ്രൂപ്പിനെ ബൈസൺ താഴ്വരയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ പോയില്ല എന്നും ഇതോടെ അവർ ദേഷ്യത്തിലായി എന്നും ഇതിന്റെ വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഖുറാൻ വായിക്കാത്തതിലും അതുപോലെ കഴുത്തിൽ രുദ്രാക്ഷമാല കണ്ടതിനും ഇവർ മോശമായി പെരുമാറുകയും ചെയ്തു. അതിൽ ഒരാൾ ഒരു കീപാഡ് ഫോൺ ഷൂയിൽ ഒളിപ്പിച്ചിരിക്കുന്നതായും കണ്ടെത്തിയതായും ഏകാന്ത തിവാരി വ്യക്തമാക്കുകയാണ്. അതേസമയം ഖാസ അവരുടെ ഫേസ്ബുക്കിൽ സമാനമായ യുവതിയുടെ വീഡിയോയും പങ്കുവച്ചൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പഹൽഗാമിലെ കുതിരക്കാരിൽ തീവ്രവാദികൾ ഉണ്ട്, അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് കുതിരക്കാരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് മുൻപ് ഈ വനിത ടൂറിസ്റ്റ് തീവ്രവാദികളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. സൈന്യം പുറത്തുവിട്ട ഭീകര ആക്രമണകാരികളുടെ രേഖാചിത്രം കണ്ടെത്തിയതിനു ശേഷമാണ് ഒരു സ്ത്രീ ഈ സംഭവം മാധ്യമങ്ങളെ അറിയിച്ചത്. പഹൽഗാമിൽ ചുറ്റി നടന്നപ്പോൾ കുതിരക്കാരനായ തീവ്രവാദി ഈ സ്ത്രീകളോട് തന്റെ മതത്തിൽപ്പെട്ട എത്ര പേർ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചുവെന്നും അയാൾ ഫോണിൽ ആരോടോ സംസാരിക്കുമ്പോൾ ഖുറാൻ വായിക്കാൻ ആവശ്യപ്പെടുന്നതിനെക്കുറിച്ചും തോക്കുകൾ അയക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്നും തീവ്രവാദിയെ നോക്കി ഈ സ്ത്രീ പറയുന്നത് കേൾക്കുക. അതുപോലെ ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപേ തന്നെ മറ്റൊരു സ്ത്രീയോടും ഇതേ രീതിയിൽ ഒരു വലിയ ബസ്സിൽ വന്ന ആളുകളോടും എണ്ണവും മതവും കുതിരക്കാർ തിരക്കിയിരുന്നതായിട്ടുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.